When you find yourself on the road at night and there ain't another soul inside you. ഹായ്, നമസ്കാരം. നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണ നമ്മൾ പോകുന്നത് ഒരു ഫാമിലാണ്. മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടുംപാടത്ത് ഒരു കൊച്ചു ഫാമുണ്ട്. ഫാമെന്ന് ഉദ്ദേശിച്ചാൽ എന്താ പറയുക, നല്ല കുറേ കേട്ടിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഈ യാത്ര അങ്ങോട്ടുള്ള ഇതാണ് ഇപ്രാവശ്യത്തത്. കുറേ മീനുകളെ പിടിക്കാൻ, അവിടെ തന്നെ ഭക്ഷണം കഴിക്കാം, ചെറിയൊരു ഒക്കെയുള്ള ഒരു കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫാം. അപ്പം ആ ഫാമിലായിട്ടുള്ള കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കിടുവായിരിക്കും. എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ കൂടെ വെക്കുക. സ്റ്റേ ട്യൂൺ. ആരെങ്കിലും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പം മുന്നോട്ട് പോവാം. When you find yourself on the road at night and there ain't another soul inside, just think about me. Yeah, just think about me. And you wanna find the rest, wanna find the light. Think about me, it'll be alright. Yeah, think about me. Please think about me. 'Cause I know it's not easy to find your own way. Others around you, they keep you in sway. Head says go, but your heart says stay. Think about me at the end of the day. Maybe you got those highway blues. Directions there, but there ain't no clues. Just think about me. Yeah, think about me. സമയമാണ്. ഏത് മീനാണുള്ളത്? മീനേതാണുള്ളത്? ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടതിൽ ഏറ്റവും നല്ല അടിപൊളിയായിട്ട് മനോഹരമായി തോന്നിയ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ പൈപ്പ്, നമ്മൾ കൈ കഴുകാൻ വേണ്ടി വെച്ച പൈപ്പാണ്. എനിക്ക് എൻ്റെ ബാക്കിൽ കാണുന്നത് നോക്കി നിങ്ങൾ. മോളല്ലേ നമ്മൾ പാലൊക്കെ കയറി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, ചെറിയ ഒരു രസമായിട്ടുള്ള നല്ല തടാകം പോലത്തെ കെട്ടി വെച്ചിരിക്കുവാണ്. ബാക്കിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് അല്ലേ, ചെറിയ ഇതെല്ലാം കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് തന്നെ ഇത് തന്നെയാണ്. കൃത്യമായിട്ട് നല്ല ഫാം, ഒരു ഐഡിയപരമായിട്ട് നീങ്ങിയിട്ടുണ്ട് ഫാം. നോക്കി, നല്ല ഭംഗിയായിട്ടുള്ള. അപ്പോൾ ഇത്രയും നമ്മൾ കണ്ടുവന്നതാണ് ഈ ഫാമിൻ്റെ കാഴ്ചകളാണ്.
അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഒരുപാട് കാണാമെന്ന് പറഞ്ഞാൽ കണ്ടില്ല, ഇത് ചെറിയൊരു സംഭവം സെറ്റപ്പാണ്. കാരണം ഈ മലപ്പുറം ജില്ലയിൽ ഇന്ന് ഈ സ്ഥലങ്ങളിലൊക്കെ ഇത് തന്നെ ഒരു പ്രൈവറ്റ് പാർട്ടീസ് കണ്ടക്ട് ചെയ്ത അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരു ഫാമാണിത്. ഫാം എന്ന് പറഞ്ഞാൽ ഫിഷ്, താറാവ്, മുയൽ, പിന്നെ കോഴി, അങ്ങനത്തെ ആണ് മെയിനായിട്ട് ഇവിടെ ഉള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ മീൻ നമുക്ക് കുറച്ച് കാലം മുമ്പ് വരെ നമുക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് നമുക്ക് പിടിച്ചിട്ട് നമ്മളത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭക്ഷണം ഉണ്ടാക്കി തരുമായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി അത് സ്റ്റോപ്പ് ചെയ്തു. അതിന് കാരണം എന്താ വെച്ചാൽ ആൾക്കാർ വെറുതെ മീൻ പിടിക്കുക, എന്നിട്ട് തിരിച്ചിടുമ്പം ഈ സാധനം ചത്തുപോയിട്ട് അത് നിർത്തി എന്നുള്ളതാണ് നമുക്ക് ഇൻഫർമേഷൻ വന്ന് കിട്ടിയത്. അപ്പോൾ ഇതാണ് ഫാം. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അടുത്ത് നമുക്ക് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ്, അതുപോലെ ഒരു ഓഡിറ്റോറിയം, ഒരു മിനി ഓഡിറ്റോറിയം പോലെ നമുക്ക് ഈ ഓലയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. റീസെൻ്റ്ലി ഇവിടെ ഒരു ബുക്ക് പ്രകാശനം നടത്തിയായിരുന്നു ഇതിന് മുമ്പായിട്ട്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു കാഴ്ച ഭംഗി എന്ന് പറയുന്നത്. When you find yourself on the road at night and there ain't another soul inside, just think about me. Yeah, just think about me. And you wanna find the rest, wanna find the light. Think about me, it'll be alright. Yeah, think about me. Please think about me. It's not easy to. അപ്പം ഈ കതിർ ഫാമിനെ 2-3 ഡിവിഷനായിട്ടാണ് അവർ പേര് പറഞ്ഞിട്ടിരിക്കുന്നത്. ഒരു വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണത് ഇനി നിങ്ങൾ കാണുന്നത്. അതിൻ്റെ പേരാണ് മഞ്ഞ്. അതേപോലെ നമ്മുടെ ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഓലയൊക്കെ മേഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ ആ ഓഡിറ്റോറിയത്തിന് അവർ കൊടുത്ത പേരാണ് കളപ്പുര. അപ്പം നമ്മുടെ പഴയ നാട്ടിലെ പഴഞ്ചൻ പേരുകളെ അവർ വീണ്ടും എന്താ കൊണ്ടുവന്നു എന്നുള്ളതാണ്. കളപ്പുര എന്ന് പറയുന്നത് എനിക്ക് ബാക്കിലായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. അതാണ് അതിൻ്റെ ഓഡിറ്റോറിയം. ആ ഓഡിറ്റോറിയത്തിൻ്റെ പേരാണ് കളപ്പുര. പിന്നെ ഞാൻ പറഞ്ഞത് വെള്ളത്താൽ ചുറ്റപ്പെട്ട, അതിനെ പറഞ്ഞ മഞ്ഞ്. അങ്ങനെ നല്ല മനോഹരമായ പേരുകൾ തന്നെ ഇതിന് കൊടുത്തിട്ടുണ്ട്. അതിലുപരി ഇതിൻ്റെ പേര് തന്നെ മനോഹരമാണ്, കതിർ. നല്ല കർഷകരൊക്കെ വേണ്ടി അല്ലെ ആ ഒരു പേര് നമുക്ക് ഓർമ്മപ്പെടുത്തും അതിനെ. അപ്പം വാ നമുക്ക് കാണാം കൂടി. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഇവർ തന്നെ ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന മത്സ്യങ്ങൾ, മാംസങ്ങൾ, അതുപോലെ ജ്യൂസ്. ആകെ ഇവിടെ 2 ജ്യൂസേ കിട്ടുള്ളൂ. ഒന്ന് പപ്പായ, ഒന്ന് ലെമൺ ജ്യൂസ്. ഈ ലെമൺ ജ്യൂസും പപ്പായയും ഇവരുടെ ഫാമിൽ തന്നെ ഉണ്ടാക്കുന്ന ഇതായതുകൊണ്ടാണ് അവരവിടുന്ന് അത് മാത്രം കിട്ടുന്നത്. അതുപോലെ മത്സ്യങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന മത്സ്യങ്ങൾ തന്നെയാണ്. അതുപോലെ ഞാൻ പറഞ്ഞ താറാവ്, കോഴി, മുയലിറച്ചി, അങ്ങനെ കുറേ അരയന്നം, ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള എന്താ പറയുക പോയിസണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എന്നാണ് ഇവിടെ ഭക്ഷണം കിട്ടുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് വന്ന് ഇവിടെ കഴിക്കാം എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെയാണ് കുതിര സവാരി ഇവിടെ കൊടുക്കുന്നുണ്ട്. അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരതും പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ മൊത്തത്തിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ഫാം തന്നെയാണത്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് കാണാം, ഒരു ചെറിയൊരു ഔട്ടിങ് എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. Please just think about me. You can think about me. അതെന്തിനാന്ന് വെച്ചാല് ഓക്കെ
When you find yourself on the road at night and there ain't another soul inside, just think about me. നമ്മൾ ഈ കണ്ടതൊക്കെയാണ് കതിർ ഫാം. അപ്പോൾ നല്ലതായിരിക്കും എന്നുള്ളതാണ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വ്ളോഗ് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. അപ്പോൾ അടുത്തൊരു വ്ളോഗ് വരുന്നവരെ till then bye bye.